അമ്മമാരൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ. നിങ്ങളൊരു 14-13 വയസ്സ് മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്ത്രീ ആയതുകൊണ്ട്, ഉള്ളിലൊരു ഗർഭപാത്രമുണ്ട് എന്ന ഒരൊറ്റ കാരണം കൊണ്ട് 13-14 വയസ്സ് മുതൽ ഓരോ മാസവും 7 ദിവസം നിങ്ങൾ കഷ്ടപ്പെടുന്നൊരു കഷ്ടപ്പാടില്ലേ? നിങ്ങളുടെ ഒരു കഠിന കാലമില്ലേ? നിങ്ങൾ ഞങ്ങളോട് എന്താ പറയുക? നിങ്ങൾ ഞങ്ങളോട് പറയും, എനിക്ക് തീരെ വയ്യ, ഞാൻ ആകെ തളർന്നിരിക്കുന്നു എന്നൊക്കെ നിങ്ങൾ പറയൂലേ? നിങ്ങൾക്ക് ഏറ്റവും മൂഡ് സ്വിങ്സ് ഉള്ള കാലമല്ലേ അത്? ഏറ്റവും സ്ട്രെസ്സുള്ള സമയമല്ലേ അത്? എന്താ അതിൻ്റെ കാരണം? എന്താ? നിങ്ങളുടെ ശരീരത്തിനകത്ത് ചില ഹോർമോണിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. ഇത് പുരുഷന്മാർക്കുണ്ടോ? ഒരേ ഒരു പ്രാവശ്യം, അതാണ് ടീനേജ്. അപ്പോൾ ആ കുട്ടിയെ നമ്മൾ എത്ര മനസ്സിലാക്കണം? ആ കുട്ടിയെ നമ്മൾ എത്ര മനസ്സിലാക്കണം? ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ, ആ കുട്ടിയെ നമ്മൾ എത്ര മനസ്സിലാക്കണം? തിച്ച് നാറ്റ് ഹാൻ എന്ന് പറയുന്ന ഒരു ഗുരു ഉണ്ട്, ഒരു സന്യാസി ആണ്, ജപ്പാനിലായിരുന്നു, ഈ അടുത്ത് മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ടീനേജിലെത്തിയ കുട്ടികളോട് നിങ്ങൾ ആകെ ഒരു കാര്യം ചെയ്താൽ മതി. എല്ലാ ദിവസവും പറ്റുമെങ്കിൽ കുറച്ചു നേരം ആ കുട്ടിയെ ഒന്ന് കെട്ടിപ്പിടിച്ച് നിൽക്കൂ. ആ കുട്ടി ഇങ്ങനെ ചൂടാറും, വേറെ ഒന്നും വേണ്ട. കുറച്ചു നേരം നിങ്ങളിൽ നിന്ന് പതുക്കെ ഇങ്ങനെ അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആ കുട്ടിയെ നിങ്ങളുടെ നെഞ്ചിൻ്റെ ചൂടിലേക്ക് കുറച്ചു നേരം ഒന്നിങ്ങനെ ചേർത്ത് പിടിച്ചു നോക്കൂ. അതിന് വേറെ എവിടുന്നും അത് കിട്ടില്ല. അത് അങ്ങാടിയിൽ നിന്ന് കിട്ടില്ല, അത് സ്കൂളിൽ നിന്ന് കിട്ടില്ല, അതിന് മാഷിക്കോ ടീച്ചർക്കോ കൊടുക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് മാത്രം. പരീക്ഷയ്ക്ക് ഇറങ്ങുന്ന കുട്ടിയോട് പേനയെടുത്തോ പഠിച്ചോ, ഒന്നും മറക്കൂലല്ലോ, ശരിക്കും എഴുതൂലേ എന്നൊക്കെ ചോദിക്കുന്നതിന് പകരം പരീക്ഷയ്ക്ക് ഇങ്ങനെ ഉള്ളിലെ മുഴുവൻ സ്ട്രെസ്സോടുകൂടിയും ബേജാറോടുകൂടി ഇറങ്ങുന്ന ആ കുട്ടിയെ കുറച്ചു നേരം ഒന്നും ചോദിക്കാതെ, വേറെ ഒന്നും ചോദിക്കാതെ കുറച്ചു നേരം ആ കുട്ടിയെ ഒന്നിങ്ങനെ ഹഗ് ചെയ്ത് നിന്ന് നോക്കൂ, ഒന്നിങ്ങനെ കെട്ടിപ്പിടിച്ച് നിന്ന് നോക്കൂ. ഹൃദയത്തോട് ചേരുന്ന അപൂർവ നിമിഷമാണ് ഹഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. ഒരാളുടെ ഹൃദയം മറ്റൊരാളുടെ ഹൃദയത്തോട് ഏറ്റവും ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്ന സമയമാണ്. അതുകൊണ്ടാണ് ഹഗ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ണ് ചിമ്മുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കണ്ണ് ചിമ്മും, കാരണം അവിടെ ഹൃദയമാണ് പ്രവർത്തിക്കുന്നത്. ഹഗ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ണ് ചിമ്മും, അവിടെയും ഹൃദയമാണ് പ്രവർത്തിക്കുന്നത്. പരീക്ഷയ്ക്ക് ഇറങ്ങുന്ന ആ കുട്ടിയെ കുറച്ചു നേരം ഇങ്ങനെ ഒന്ന് ഹഗ് ചെയ്ത് നിന്ന് നോക്കൂ. ആ കുട്ടി ഇങ്ങനെ ഉള്ളു തണുത്ത് സമാധാനത്തോടെ ആ പരീക്ഷയ്ക്ക് ഇറങ്ങിപ്പോകും എന്ന് അദ്ദേഹം പറയുന്നു.